بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحابته أجمعين أما بعد സൂറത്തു അത്തക്കാസുർ ആണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ചില ഹദീസുകൾ, ഈ സൂറത്തുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ പറഞ്ഞിരുന്നു. ആവർത്തിക്കാൻ സമയമില്ല, നമ്മൾ ബാക്കി പറഞ്ഞു പോവാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഒന്ന് ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم تسألن أو تسألن ثم لتسألن يومئذ عن النعيم ألهاكم التكاثر നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. അത്തക്കാസുർ എന്താണ് തക്കാസുർ പറഞ്ഞാൽ? അധികം ഉണ്ടാവാനുള്ള ആഗ്രഹത്തിനും പറയും. അതുപോലെ അധികം ഉണ്ടെന്ന് നടിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇല്ലാത്തത് നടിക്കുക, അതിനും പറയും. അൽഹാക്കുമു തകാസുർ, തകാസുർ നിങ്ങളെ പെരുമ നടിക്കൽ, പെരുമ ആഗ്രഹിക്കൽ നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുന്നു. എന്തിനെ കുറിച്ചുള്ള പെരുമയാണെന്ന് അല്ലാഹു പറഞ്ഞില്ല. കാരണം എല്ലാം ഉൾക്കൊണ്ടു. പണത്തിലാകട്ടെ, സൗന്ദര്യത്തിലാകട്ടെ, തറവാടിത്തത്തിലാകട്ടെ, അറിവിലാകട്ടെ, എല്ലാത്തിനുമുള്ള തകാസുർ പെട്ടു. മാത്രമല്ല, ഒരു കാര്യത്തിൽ തകാസുർ നടത്തിയാൽ അത് ആ കാര്യത്തിന്റെ കുഴപ്പമല്ല, പിന്നെ ആരുടെ കുഴപ്പമാണ്? തകാസുർ കാണിച്ചവന്റെ കുഴപ്പമാണ്. അങ്ങനെ ചില മുഫസ്സിറുകൾ അതിന് തഫ്സീർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു അത് പറയാത്തതെന്ന്. തകാസുർ കാണിക്കപ്പെട്ട വസ്തുവിന്റെ കുഴപ്പമല്ലല്ലോ അത്, പിന്നെ എന്തിന്റെ കുഴപ്പമാണ്? ഇവന്റെ കുഴപ്പമാണ്. അപ്പൊ അല്ലാഹു അത് പറഞ്ഞില്ല. പിന്നെ അൽഹാക്കും നിങ്ങളെന്ന് പറഞ്ഞു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മഖാബിർ സന്ദർശിക്കുന്നത് വരെ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിപ്പോയത്, മഖാബിർ എന്നുള്ളത് ഖബറിന്റെ ജമ്മാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഖബറിന്റെ അല്ല, ഖബറിന്റെ ജമ്മ ഖുബൂറാണ്. മഖാബിർ എന്ന് പറയുന്നത് മഖ്ബറ, അതിന്റെ ജമ്മാണ് മഖാബിർ. മഖ്ബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാൻ, അതിന്റെ ബഹുവചനമാണ് മഖാബിർ. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബർസ്ഥാൻ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരിച്ച് ഖബറിലെത്തുന്നത് വരെ എന്നാണ്. എന്തുകൊണ്ടാണ് അവിടെ സിയാറത്ത്, അവിടെ സന്ദർശിക്കാൻ പോകുന്നവരാണ് നിങ്ങൾ എന്ന് പ്രയോഗിച്ചത്? അത് പറയാം. കല്ല സൗഫ തഅലമൂൻ, അല്ല നിങ്ങൾ വഴിയെ അറിയുക തന്നെ ചെയ്യും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, വീണ്ടും നിങ്ങൾ താമസിയാതെ അറിയുക തന്നെ ചെയ്യും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇൽമുൽ യഖീൻ എന്താണെന്ന് പറയാം. ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഈ തകാസുർ നിങ്ങൾ കാണിക്കുമായിരുന്നില്ല. അതാണ് അവിടെ എങ്കിൽ എന്ന് പ്രയോഗിച്ചത്. എന്താണ് യഥാർത്ഥ ഇൽമുൽ യഖീൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തകാസുർ നിങ്ങൾ കാണിക്കുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം, ജഹീം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ഐനുൽ യഖീനായി നിങ്ങൾ അതിനെ കാണുക തന്നെ ചെയ്യും. ഇൽമുൽ യഖീൻ എന്ത്, ഐനുൽ യഖീൻ എന്ത്, ഹഖുൽ യഖീൻ എന്ത്, അത് വരും ഇൻഷാ അല്ലാഹ്. സുമ്മ പിന്നെ ലതുസ്അലുന്ന, നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും.
യൗമ ഇതിൻ അന്നേ ദിവസം, അതായത് ഖിയാമത്ത് നാളിൽ, അനിൻ നഈം അനുഗ്രഹത്തെക്കുറിച്ച്, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തുകളെ കുറിച്ച്. ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞ ഹദീസുകൾ അതിന്റെ ബാക്കി പറയുകയാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളാണ് ഞാൻ വായിക്കുന്നതൊക്കെ. വേറെ ഹദീസിന്റെ കിതാബുകൾ ഏതിലൊക്കെയാണ് വന്നതെന്ന് പറയാം. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഹദീസിന് എന്താ പറയുക? മുത്തഫഖുൻ അലൈഹി. പല ആളുകളും കാഫിന് ശബ്ദം കൊടുത്തിട്ട് മുത്തഫഖുൻ അലൈഹി എന്നാണ് പറയാറുള്ളത്. അത് ശരിയല്ല. മുത്തഫഖുൻ അലൈഹി, തായിനാണ് ശബ്ദ്. ഇത്തഫഖ എന്ന് പറഞ്ഞാൽ യോജിച്ചു. ഇത്തഫഖ യത്തഫിഖു ഫഹുവ മുത്തഫിഖുൻ. യോജിച്ച ആൾക്ക് എന്തോരും മുത്തഫിഖുൻ. അതുകൊണ്ടാണ് അനുഭാവിക്ക് എന്തോരും മുത്തഫിഖ്. പിന്നെ കർക്കുൻ റുക്കുനൊക്കെ ആവില്ലേ, അതുപോലെ മുത്തഫഖുൻ എന്ന് പറഞ്ഞാൽ യോജിച്ചത്. മുത്തഫഖുൻ അലൈഹി, അതിൽ യോജിച്ചിരിക്കുന്നു. ഇമാം ബുഖാരിയും മുസ്ലിം എന്ന് പറഞ്ഞാൽ മുത്തഫഖുൻ അലാ സിഹത്തിഹി, അത് സഹിയാണെന്ന വിഷയത്തിൽ രണ്ടുപേരും യോജിച്ചിരിക്കുന്നു, രണ്ടുപേരും ഒരുപോലെ റിവായത്ത് ചെയ്തിരിക്കുന്നു. അങ്ങനെയുള്ള ഹദീസാണ്. عن أنس أن النبي صلى الله عليه وسلم قال يهرم ابن آدم وتبقى منه اثنتان الحرص والأمل. النبي صلى الله عليه وسلم പറഞ്ഞു, അനസ് ബിൻ മാലിക്കിന്റെ റിവായത്താണ്, യഹ്റുമു ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ മനുഷ്യന് വയസ്സാകും, പക്ഷേ വതബ്ഖാ മിൻഹു ഇസ്നതാൻ, രണ്ട് കാര്യങ്ങളിൽ അവനിൽ അവശേഷിക്കും, അതിന് വയസ്സാവില്ല. ഒന്ന് അൽ ഹിർസ്, ഹിർസ് പറഞ്ഞാൽ താല്പര്യം, കൊതി. വൽ അമൽ, അമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ആഗ്രഹം. ഇതെന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? വേറെ റിവായത്തിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, യഹ്റുമു ഇബ്നു ആദം വതബ്ഖാ വതശിബ്ബു മിൻഹുൽ ഇസ്നതാൻ. ഇവിടെ തബ്ഖാ എന്നാണ് ഈ റിവായത്തിലുള്ളത്. വേറെ റിവായത്തിൽ എന്താണുള്ളത്? വതശിബ്ബു മിൻഹുൽ ഇസ്നതാൻ. ആദമിന്റെ പുത്രൻ മനുഷ്യന് വയസ്സാകും തോറും രണ്ട് കാര്യങ്ങൾ അവനിൽ ചെറുപ്പക്കാരനായി വരും, യൗവനം പ്രാപിക്കും. എന്താണ്? ഒന്ന് അൽ ഹിർസു അലൽ മാൽ വൽ ഹിർസു അലൽ ഉംർ. ഒന്നെന്താണ്? പണത്തോടുള്ള ആർത്തി. രണ്ടാമത്തത് ആയുസ്സിനോടുള്ള ആർത്തി. ഇത് രണ്ടിനും എന്താവുന്ന പറഞ്ഞത്? ഇത് രണ്ടിനും യൗവനം പ്രാപിക്കും, യുവാക്കളായി മാറും. ഇവനോ ഇത് വയസ്സായിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രായമേറും തോറും മനുഷ്യന്റെ പൊതു സ്വഭാവമാണ് പറഞ്ഞിട്ടുള്ളത്. പൊതു സ്വഭാവം ഇല്ലാ മൻ റഹിമ റബ്ബി, റബ്ബിന്റെ റഹ്മത്ത് കിട്ടിയ ആളുകൾ ഒഴികെ. ഈ ഹദീസ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. അതെന്നാണ് പറഞ്ഞത്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിലെത്തുന്നത് വരെ നിങ്ങൾക്ക് അധികമുണ്ടാകണമെന്ന ആഗ്രഹം. അതെന്തിനു വേണ്ടിയാണ്? അധികമുണ്ടെന്ന് ആളുകളെ കാണിക്കാനും നടിക്കാനും ഒക്കെ തന്നെ. ഇത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും മരണം വരേക്കും. അതുപോലെ തന്നെ മറ്റൊരു മുൻഗാമികളിൽ നിന്നുള്ള ഒരു സംഭവം, അൽ അഹ്നഫ് ഇബ്നു ഖൈസ്, അൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നു പേരുള്ള ഒരു താബിഈ ഉണ്ട്. അദ്ദേഹം കിബാറു താബിഈനിൽപ്പെട്ട ആളാണ്. താബിഈകളിൽ തന്നെ ഒരുപാട് സഹാബിമാരെ കണ്ട താബിഈകൾക്കാണ് അങ്ങനെ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് കൂടുതൽ, നബിയുടെ കാലത്തോട് കൂടുതൽ അടുത്ത താബിഈകൾക്ക് കിബാറു താബിഈൻ. അൽ അഹ്നഫ് ഇബ്നു ഖൈസ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ലഹാഖ് എന്നാണ്. ലഹാഖ് ബിൻ ഖൈസ്, ലഹാഖ് ബിൻ ഖൈസ്. അദ്ദേഹം തഫ്സീർ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തഫ്സീർ വായിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു ലഹാഖ് എന്ന് കാണും. അത് ഈ ലഹാഖ് അല്ല, മറിച്ച് അത് വേറെ ആളാണ്. അദ്ദേഹം വേറെ ആളാണ്, ലഹാഖ് ഇബ്നു ഖൈസ് അല്ലെങ്കിൽ അഹ്നഫ് ഇബ്നു ഖൈസ്. രണ്ടു പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത് ലഹാഖ് എന്നാണ് ശരിയായ പേര്. അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം ഇബ്നു അസാക്കിർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇബ്നു കസീർ എടുത്തു കൊടുത്തു. എന്താണ്? അദ്ദേഹം ഒരാളുടെ കയ്യിൽ അന്നഹു റഅ ഫീ യദി റജുലിൻ ദിർഹമ, ഒരാളുടെ കയ്യിൽ ഒരു ദിർഹം അദ്ദേഹം കണ്ടു. ഫഖാൽ, ഇദ്ദേഹം ചോദിച്ചു, ലിമൻ ഹാദ ദിർഹം, ഇത് ആരുടേതാണിത് എന്ന് ഈ താബിഈ ഈ ആളോട് ചോദിച്ചു. ഫഖാല റജുൽ, ഇയാൾ പറഞ്ഞു, ലീ, ഇതാരതാണ്? എന്റേതാണ്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഇന്നമാ ഹുവ ലക ഇദാ അൻഫഖ്തഹു ഫീ അജ്രിൻ ഔ ഇബ്തിഗാഇ ശുക്രിൻ. ഇത് നിന്റേതാണ്, ശരി, നീ ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഇത് സദഖ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് നിന്റേതാണ്, അള്ളാഹിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട്.
അള്ളാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹിന്റെ നിഅമത്തിന് നന്ദി കാണിക്കാന്നുള്ള നിലക്ക് നീ ഇത് സദഖ ചെയ്താൽ നിന്റെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ഇബ്ന ആദം, മനുഷ്യ നിന്റെ സ്വത്തിൽ നിന്ന് നിന്റേതെന്ന് പറയാൻ എന്താണുള്ളത്? ഇല്ലാമ അക്കൽത ഫഅഫ്നൈത്, നീ തിന്നു തീർത്തതല്ലാതെ, ഔ ലബിസ്ത ഫഅബ്ലൈത്, നീ ധരിച്ച് ദ്രവിച്ചു പോയതല്ലാതെ, ഔ തസദ്ദഖ്ത ഫഅംളൈത്, അല്ലെങ്കിൽ നീ കൊടുത്തു തീർത്തതല്ലാതെ. നമ്മൾ ഇട്ടതും നമ്മൾ തിന്നതും നമ്മൾ കൊടുത്തതാണ് നമ്മളത്, ബാക്കി വെച്ചത് നമ്മുടേതല്ല. എന്നിട്ട് ഈ താബിഈ ഒരു കവിത പാടുകയുണ്ടായി. ഒരു മുൻഗാമിയായ കവിയുടെ വാക്കുകളാണ്. എന്താണ്? അൻത ലിൽ മാലി ഇദാ അംസക്തഹു ഫഇദാ അൻത ലിൽ മാലി ഇദാ അംസക്തഹു ഫഇദാ അൻഫഖ്തഹു ഫൽമാലു ലക്. അൻത ലിൽ മാലി ഇദാ അംസക്തഹു ഫൽമാലു ലക വഇദാ അൻഫഖ്തഹു ഫൽമാലു ലക്. നീ പണം പിടിച്ചു വെക്കുകയാണെങ്കിൽ നിന്റെ ഉടമസ്ഥനാണ് ആ പൈസ, അതിന്റെ അടിമയാണ് നീ. നീ പണം പിടിച്ചു വെക്കുകയാണെങ്കിൽ, പിശുക്ക് വെക്കുകയാണെങ്കിൽ നീ അതിന്റെ അടിമയാണ്, അത് നിന്റേതല്ല, പിന്നെ നീ അതിൻ്റെതാണ്. അതേസമയം നീ ചെലവഴിക്കുകയാണെങ്കിൽ അത് ആരുടേതാണ്? നിന്റേതാണ്. മനസ്സിലായല്ലോ? നീ പിടിച്ചു വെച്ച പൈസയുടെ അടിമയാണ് നീ, നീ കൊടുത്ത പൈസയുടെ ഉടമയാണ് നീ. ഈ കവിത അദ്ദേഹം പാടുകയുണ്ടായി. ഇനി അതാണ് അള്ളാഹു പറഞ്ഞത്, ഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മഖ്ബറകൾ സന്ദർശിക്കുന്നത് വരേക്കും. ഇമാം ഇബ്നു കസീർ പറയുന്നു, ഐ സുർതുമുൽ മഖാബിർ എന്ന് പറഞ്ഞാൽ ഐ സിർതും ഇലൈഹാ, നിങ്ങൾ ആ മഖ്ബറയിലേക്ക് എത്തുകയും, വദുഫിൻതും ഫീഹാ, അതിൽ നിങ്ങൾ ഖബറടക്കപ്പെടുകയും ചെയ്യുന്നത് വരേക്കും എന്നാണ് അതിന്റെ അർത്ഥം. സന്ദർശിക്കാൻ എന്താ അർത്ഥം? അവിടെ നിങ്ങൾ അതിന്റെ ആളുകളാകുക, നിങ്ങൾ അവിടെ ഖബറടക്കപ്പെടുക. കമാ ജാഅ ഫി സ്വഹീഹ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ റജുൽ. ഈ ഖബർ സന്ദർശിക്കുക എന്നുള്ളത് മരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. ഖബർ സന്ദർശിക്കുക എന്നുള്ളത് മരിക്കുക എന്ന അർത്ഥത്തിൽ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല അത് പറയുന്നത്, നബി സന്ദർശിക്കാൻ ചെന്ന ഒരു അറാബിയാണത് പറയുന്നത്. ഇത് സഹീഹുൽ ബുഖാരിയിലുള്ള സംഭവമാണ്, കേൾക്കുക. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖല അലാ റജുലിൻ മിനൽ അഅറാബി യഊദുഹു, ഒരു ഗ്രാമീണ അറബികളിൽപ്പെട്ട ഒരു ആൾ, അദ്ദേഹം പ്രായമായി പനി വന്ന് കിടക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ ബഅസ്, ബാക്കി എന്താ? തഹൂർ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. ലാ ബഅസ തഹൂർ ഇൻഷാ അല്ലാഹ്. അത് പ്രാർത്ഥന രൂപത്തിലും അതല്ല ഒരു സന്തോഷ വാർത്ത അറിയിക്കാന്നുള്ള രൂപത്തിലും അതിന്റെ അർത്ഥം പറയാം. ഇൻഷാ അല്ലാഹ് മാറും, ലാ ബഅസ്, കുഴപ്പമില്ലാതെ തഹൂർ, എല്ലാം ശരിയാവും, ശുദ്ധിയാവും, രോഗം മാറും ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ. ഇത് പറഞ്ഞപ്പോ ഇദ്ദേഹം അറാബിയാണല്ലോ, ഗ്രാമീണ അറബികൾ, അവരുടെ സംസാരം അറിയാം, പൊതുവെ ഒരു ചില മര്യാദകൾ അവർക്ക് അറിയണമെന്നില്ല. ഫഖാൽ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ഈ രോഗി പറഞ്ഞു, ഖുൽത തഹൂർ, ശരിയാവും, ഇനി സുഖാവുന്നാണോ നിങ്ങൾ പറയുന്നത്? ബൽ ഹിയ ഹുമൻ തഫൂറു അലാ ശൈഖിൻ കബീർ, ബൽ ഹിയ ഹുമാ തഫൂറു അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. ഇതങ്ങനെ തഹൂറ എന്നതല്ല, ഇത് തിളച്ചു മറിയുന്ന പനിയാണ്. വന്നതായിരിക്കണം അലാ ശൈഖിൻ കബീർ, പ്രായമുള്ള ഒരാൾക്ക് വന്നതാണ്, തിളച്ചു മറിയുന്ന പനിയാണിത്. തുസീറുഹുൽ ഖുബൂർ, ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? ഖബറിന്റെ അടുത്തേക്ക് സിയാറത്തിന് ഈ പനി കൊണ്ടുപോകും. അവിടെ സിയാറത്തിന് ഉദ്ദേശിച്ചത് എന്താണ്? മരിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇദ്ദേഹത്തിന്റെ വാക്കിലുള്ള ഫസാഹത്ത് നോക്കൂ, ബലാഗത്ത്. ഈ അറാബികളുടെ പ്രത്യേകത എന്താണ്? അവരുടെ സംസാരം സ്ഫുടമായ അറബി ആയിരിക്കും. ഒരു നഹ്വിയാക്കൾ, അതായത് അറബി നഹ്വിൽ, ഗ്രാമറിൽ രണ്ട് ആളുകൾ തമ്മിൽ തർക്കിച്ചാൽ, വലിയ ആലിമുകളൊക്കെ തമ്മിൽ തർക്കിച്ചാൽ പഴയ കാലത്ത് എന്താ ചെയ്യാറുള്ളത്? അറാബികളുടെ അടുത്തേക്ക് പോകും, എന്നിട്ട് ചോദിക്കുക ഏതാ ശരി. കാരണം അവരുടേതാണ് ഏറ്റവും ഫസീഹായ, ഏറ്റവും സ്ഫുടം ആയ, ക്ലിയർ ആയ അറബി, ഗ്രാമീണ അറബി. അതുകൊണ്ടാണ്
കുട്ടികളെ അത് ആ കാരണം കൊണ്ടുകൂടിയാണ് മുല കൊടുക്കാൻ എങ്ങോട്ടേക്ക് അയക്കുന്നത്? അറാബികളുടെ അടുത്തേക്ക് ചെറിയ പ്രായത്തിൽ കുട്ടികളെ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അവിടുന്ന് ഈ ഫസീഹ് എന്നാണ് അതിന് പറയാം, ഫസീഹായ ഭാഷ പഠിക്കുവാൻ, ഗ്രാമറൊക്കെ വളരെ കറക്റ്റായ ഭാഷ പഠിക്കുവാൻ. അദ്ദേഹം ഈ പറഞ്ഞ ആ വാചകത്തിലുള്ള ഭംഗി നോക്കുങ്ങൾ എന്താ പറഞ്ഞത്? ബൽ ഹിയ ഹുമൻ തഫൂർ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. റായിൽ അവസാനിച്ചുണ്ടോ? ആ സമയത്ത് പോലും സംസാരം നോക്ക്. ബൽ ഹിയ ഹുമ തഫൂർ അലാ ശൈഖിൻ കബീർ തുസീറുഹുൽ ഖുബൂർ. ഇത് തിളച്ചു മറിയുന്ന പനിയാണ്, വന്നതൊരു വയസ്സനാണ്, ഇത് ഖബറിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫനഅമിദൻ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞു. ഇത് പല കിതാബുകളിൽ, കിതാബ് എന്ന് ഉദ്ദേശിച്ചത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ പല അധ്യായങ്ങളിൽ ഇമാം ബുഖാരി ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒന്ന് രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ അലാമാത്തുൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിച്ചത് മുഅ്ജിസത്ത്. മുഅ്ജിസത്ത് എന്നുള്ള പദം പിൽക്കാലക്കാരായ ഉലമാക്കളാണ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. നബിമാര് കാണിക്കുന്ന, നബിമാരിലൂടെ അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങൾക്ക് മുഅ്ജിസ എന്ന വാക്ക് പിൽക്കാലത്തുള്ള ഉലമാക്കളാണ് പ്രയോഗിക്കാൻ തുടങ്ങിയത്. പഴയ ഉലമാക്കൾ പ്രയോഗിക്കാറുള്ളത് ആയാത്ത് എന്നൊക്കെയാണ്. ആയാത്ത്, ദൃഷ്ടാന്തങ്ങൾ. അതുപോലെ ദലായിലുൻ നുബുവ, ആ പേരിൽ കിതാബുകൾ തന്നെ ഉണ്ട്. ദലായിലുൻ നുബുവ, നുബുവത്തിന്റെ അടയാളങ്ങൾ എന്നൊക്കെയാണ് അവർ പ്രയോഗിക്കാറുള്ളത്. മുഅ്ജിസത്ത് എന്ന വാക്ക് പിൽക്കാലത്ത് ഉപയോഗിക്കപ്പെട്ടതാണ്. പിൽക്കാല പണ്ഡിതന്മാരാണ് മുഅ്ജിസത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആയാത്ത്, ദലായിലുൻ നുബുവ എന്നൊക്കെയാണ് പഴയ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത് ഒരു അത്ഭുതം കൂടിയാണ്. കാരണം ഇത് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ഇദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഇദ്ദേഹം പറഞ്ഞു മരിക്കും എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു എന്നാൽ അങ്ങനെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ പിന്നെ അത് സംഭവിക്കുകയുണ്ടായി. അപ്പൊ ഇതെന്തിനാ ഇവിടെ ഇബ്നു കസീർ കൊണ്ടുവന്നത്? അത് ചോദിക്കട്ടെ. തുസീറുഹുൽ ഖുബൂർ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഉദ്ദേശിച്ചത് എന്താണ്? മരിക്കാന്നുള്ളതാണ്. പക്ഷെ തുസീറുഹു, ഖബർ സിയാറത്ത്, എന്നെ ഖബർ സിയാറത്തിന് കൊണ്ടുപോകുന്ന പനിയാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ നല്ല ഫുസ്ഹയായ ഭാഷ പ്രയോഗിക്കുന്ന അറാബിയാണിത് പറഞ്ഞതും. പരിശുദ്ധ ഖുർആൻ അവരുടെ ഭാഷയിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഇനി മാത്രമല്ല, മുൻഗാമികളിൽപ്പെട്ട താബിഇകളിൽപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ്, അദ്ദേഹം ഖലീഫയായിരുന്നു. താബിഇകളിൽ വളരെ അറിയപ്പെട്ട ആളാണ്. ഇമാം സുഹരിയോട് ഹദീസുകൾ ക്രോഡീകരിക്കാൻ കൽപ്പിച്ചതും ആരാണ്? ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് രണ്ടാം ഉമർ എന്ന് അറിയപ്പെടുന്ന ആളാണ്. അതായത് ഉമറിന്റെ പരമ്പര അദ്ദേഹത്തിനുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പര അദ്ദേഹത്തിന്, ഉമറിന്റെ മകന്റെ മകളുടെ മകൻ എന്നാണ് എന്റെ ഓർമ്മ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകന്റെ മകളുടെ മകൻ എന്നാണ് എന്റെ ഓർമ്മ. അദ്ദേഹം ഈ ആയത്ത് കേട്ടപ്പോൾ, ഈ ആയത്ത് അദ്ദേഹത്തിന്റെ അടുത്തൊരാൾ ഓതിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, മാ അറൽ മഖാബിറ ഇല്ലാ സിയാറ വമാ ലിസ്സാഇരി ബുദ്ദുൻ മിൻ അൻ യർജിഅ ഇലാ മൻസിലിഹി. അദ്ദേഹം പറഞ്ഞു, ഓതിയ ആൾ മൈമൂൻ എന്ന അടുത്തുള്ള ആളോട് പറഞ്ഞു, യാ മൈമൂൻ, ഈ ഖബർ സിയാറത്ത് ചെയ്യാനാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഒരു സായിറിന് അഥവാ ഒരു സന്ദർശകനായി ചെല്ലുന്ന ആൾ അയാളുടെ യഥാർത്ഥ മൻസിലിലേക്ക് എന്തായാലും മടങ്ങിപ്പോണം. വേണ്ടേ? സ്ഥിരം താമസിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ് യഥാർത്ഥ മൻസിൽ എന്ന് പറഞ്ഞാൽ? ഇമ്മ ജന്ന വ ഇമ്മ നാർ, ഒന്നിക്കിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. അതുകൊണ്ടാണ് അള്ളാഹു അവിടെ സുർത്തും എന്ന് പ്രയോഗിച്ചത്. അത് കൃത്യമായ പ്രയോഗമാണ്. കാരണം അവിടെ ചെല്ലുന്നത് സന്ദർശകരായിട്ടാണ്. പിന്നെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകാനുണ്ട്, അവിടെ സ്ഥിരമല്ല. അതുകൊണ്ടാണ് അള്ളാഹു സിയാറ, സൂർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മളെ നല്ല മഞ്ചിലായ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുമാറാകട്ടെ. അള്ളാഹു നരകത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഖബർ എന്ന് പറഞ്ഞാൽ അവ്വലു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, മൻസിലിന്റെ പരലോകത്ത് ഇറങ്ങാനുള്ള താവളങ്ങളിൽ ഒന്നാമത്തെ താവളം ഏതാണ്? ഖബറാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്, ഉസ്മാൻ ഉദ്ധരിക്കാൻ. അവിടുന്ന് കരയാറുണ്ടായിരുന്നു ഖബർ കാണുമ്പോൾ. സ്വർഗവും നരകവും പറയപ്പെട്ടാൽ കരയാറുണ്ടായിരുന്നതിനേക്കാളും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബറിനെ കുറിച്ച് കേട്ടാൽ, ഖബർ സ്മരിക്കപ്പെട്ടാൽ കരയാറുണ്ടായിരുന്നു എന്നാണ്.
അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. ചില ആളുകൾക്ക് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ അവരുടെ മനസ്സ് കൂടുതൽ നന്നാവുന്നത് സ്വർഗത്തെക്കുറിച്ച് കേട്ടാലായിരിക്കും. ചിലർക്ക് നരകത്തെക്കുറിച്ച് കേട്ടാലായിരിക്കും. ചിലർക്ക് ഖബറിനെ കുറിച്ച് കേട്ടാലായിരിക്കും. അത് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് കൂടുതൽ കേൾക്കുകയും ചെയ്യണം. നമുക്ക് ഏതാണ് മാറ്റം ഉണ്ടാക്കുന്നത് കൂടുതൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യണം. കല്ല സൗഫ തഅലമൂൻ, പിന്നെന്താ സുമ്മ കല്ല സൗഫ തഅലമൂൻ, 2 തവണ ആവർത്തിച്ചു പറഞ്ഞു. അല്ല വഴിയെ നിങ്ങൾ അറിയും, അല്ല വഴിയെ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. എന്തിനാണ് 2 തവണ ആവർത്തിച്ചു പറഞ്ഞത്? നോക്കൂ, നിങ്ങൾ മുൻഗാമികൾ പറഞ്ഞ 2 അഭിപ്രായങ്ങൾ, പക്ഷെ രണ്ടും നമ്മൾ മുമ്പ് പറയുന്നത് പോലെ എന്താണ്, എതിരാവുകയില്ല, മറിച്ച് ഒന്നും മറ്റതിനോട് ബന്ധപ്പെടുന്ന രണ്ടും പരസ്പരം ബന്ധമുള്ളതാണ്, ഒന്ന് മറ്റൊന്നിനെ ഉൾക്കൊള്ളും. നോക്കൂ, നിങ്ങൾ ഹസനുൽ ബസരി പറഞ്ഞതായി ഇബ്നു കസീർ പറയുന്നു, ഹാദാ വഈദും ബഅദ വഈദ്. ഇതെന്തിനാണ് 2 തവണ അള്ളാഹു പറഞ്ഞത്? ഇത് താക്കീദിന് ശേഷമുള്ള മറ്റൊരു താക്കീതാണ്, താക്കീദിന് ശേഷമുള്ള താക്കീദാണിത് എന്ന് പറഞ്ഞു. ഇനി ലഹാഖ് മുഫസ്സിറാണ്, അദ്ദേഹം പറഞ്ഞു കല്ലാ സൗഫ തഅലമൂൻ യഅനി അൽ കുഫാർ ثم كلا سوف تعلمون يعني ايها المؤمنون. ആദ്യം കല്ലാ സൗഫ തഅലമൂൻ നിങ്ങൾ വഴി അറിഞ്ഞുകൊള്ളൂ എന്ന് പറഞ്ഞത് ആരോടാണ്? കാഫിറുകളോട്, നിങ്ങൾ അറിയും. സുമ്മ പിന്നെ പറഞ്ഞ ആരോടാണ്? മുഅ്മിനുകളെ നിങ്ങളും വഴിയെ അറിയും. ഇത് മറ്റതിനെതിരാണോ? അല്ലല്ലോ, അല്ല, അത് താക്കീദ് തന്നെ, ശരിയാണ്, താക്കീദാണ്. മുഅ്മിനുകളെയും അല്ലാഹു എന്ത് ചെയ്യും? താക്കീദ് ചെയ്യും. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു, മുഅ്മിനുകൾക്ക് ഈമാനുള്ളവർക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് ഖുശൂഅ ആവാൻ അവർക്ക് സമയമായില്ലേ, വലാ യകൂനു ആവാതിരിക്കാൻ ആരെപ്പോലെ, കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കിതാബ് നൽകപ്പെട്ടവരെ പോലെ ആവാതിരിക്കാൻ ഇവർക്ക് നേരായില്ലേ. അവർക്ക് എന്താ സംഭവിച്ചത്? ഫതാല അലൈഹിമുൽ അമദ്, കാലം ഒരുപാട് കഴിഞ്ഞുപോയി, കിതാബ് കിട്ടി മുസ്ലിങ്ങളായിട്ട് കാലം അങ്ങനെ കഴിഞ്ഞുപോയപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ കടുത്തുറച്ചുപോയി. അത് ശ്രദ്ധിക്കണം. പണ്ടേ ദീൻ കിട്ടിയ ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണെന്ത്? കാലം കഴിയുന്നതിന് അവരത് വിട്ടുപോകും, അവരുടെ കൽബിന് ഖസാവത്ത് വരും, തൗഹീദിനോടുള്ള താല്പര്യം പോകും, സുന്നത്തിനോടുള്ള താല്പര്യം പോകും, ഹലാല് ഹറാമുകളോടുള്ള അതിനോടുള്ള ശ്രദ്ധ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അവസാന കാലത്ത് എന്താ സംഭവിക്കുക? ഒരാൾ സമ്പാദിക്കും, പക്ഷേ ലാ യുബാലി, അവൻ നോക്കുകയില്ല, അമിനൽ ഹലാൽ അമിനൽ ഹറാം, ഹലാലാണോ ഹറാമാണോ നോക്കുകയില്ല. ഇങ്ങനെയുള്ള ദീനിനോടുള്ള ഒരു അലംഭാവം കാലം കഴിയുന്നതിന് വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പുതുക്കിക്കൊണ്ടേയിരിക്കണം ദീൻ, തൗഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് മറന്നുപോകും തൗഹീദ്. തൗഹീദ് നമ്മളെക്കാളും വലിയ ആളുകൾ മറന്നിട്ടുണ്ട് 40 ദിവസം കൊണ്ട്. അതും നബി ഉണ്ടായിരിക്കെ, അവരുടെ കൂടെ നബി ഉണ്ടായിരിക്കെ, ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിരിക്കെ, ഹാറൂൻ നബിയെ കൊല്ലാൻ ചെന്നവർ പശുക്കുട്ടി ആരാധിക്കാൻ തുടങ്ങി. ഫിറഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ, അള്ളാഹു രക്ഷപ്പെടുത്തിയ വലിയ ആയാത്തുകൾ കണ്ട ഖൗമാണത്. എന്നിട്ട് ശിർക്കിലെത്തി. തടയാൻ ചെന്ന ഹാറൂൻ നബിയെ കൊല്ലാൻ പോയി. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതാണ്. 40 ദിവസം കൊണ്ട് വന്നു നോക്കുമ്പോ ഇവര് ബിംബങ്ങളെ, ഈ പശുക്കുട്ടി ആരാധിക്കാൻ. തൗഹീദ് മറന്നുപോകും. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. അതുകൊണ്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാ 5 നേരം അള്ളാഹു നിസ്കാരം വെച്ചിട്ടില്ലേ, അതിലെ ഖുശൂആണ് ആദ്യം നഷ്ടപ്പെടുകയെന്ന് മുൻഗാമികൾ പലരും പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ബാക്കിയുള്ള ദീനിയായ കാര്യങ്ങളിലേക്കും ബാധിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ മുഅ്മിനുകൾക്ക് ഉള്ളതാണ്. ഒരഭിപ്രായ പ്രകാരം എന്താ? ഒന്നാമത്തെ കല്ലാ സൗഫ തഅലമൂൻ കുഫാറുകളോട്, രണ്ടാമത്തത് മുഅ്മിനുകളോട്. മറ്റൊന്നെന്താണ്? താക്കീദിനു ശേഷമുള്ള താക്കീദ്. രണ്ടും പരസ്പരം യോജിക്കുന്നതാണ്. ഇനി നോക്ക്, കല്ലാ ലൗ തഅലമൂന ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, ലൗ അലിംതും ഹഖ്ഖൽ ഇൽമി ലിമാ അൽഹാകുമുത് തകാസുറു അൻ തലബിദ് ദാരിൽ ലമാ അൽഹാകുമുത് തകാസുറു അൻ തലബിദ് ദാരിൽ ആഖിറ ഹത്താ സിർതും ഇലൽ മഖാബിർ. യഥാർത്ഥ ഇൽമു നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ മരണം വരേക്കും ഈ തകാസുർ നിങ്ങളെ അശ്രദ്ധയിലാക്കുമായിരുന്നില്ല എന്നാണ് അവിടെ ലൗ, എങ്കിൽ എന്ന് പ്രയോഗിച്ചതിന്റെ അർത്ഥം. കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ബാക്കി എന്താ? അടുത്ത ആയത്ത് എന്താ?
ലതറവുന്നൽ ജഹീം, നിങ്ങൾ അൽ ജഹീം കാണുക തന്നെ ചെയ്യും. ജഹീം എന്നത് നരകത്തിന്റെ പേരാണ്. ലതറവുന്ന അൽ ജഹീം, നിങ്ങൾ നരകം കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹ ഐനൽ യഖീൻ, ഐനൽ യഖീൻ നിങ്ങൾ ആയിക്കൊണ്ട് അത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് മുൻഗാമികൾ നൽകിയ വിശദീകരണം ഐനൻ യഖീനൻ ലസ്തും അൻഹാ ബിഗായിബിൻ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരു അവ്യക്തതയും ആ സമയത്ത് ഉണ്ടാവുകയില്ല, കണ്ണുകൊണ്ട് കാണും യൗമൽ ഖിയാമ. ഇനി 3 നിലക്കുള്ള യഖീനുകളുണ്ട്. ഒന്ന് ഇൽമുൽ യഖീൻ, 2 ഐനുൽ യഖീൻ, 3 ഹഖുൽ യഖീൻ. ഏതൊക്കെ എന്ന് പറഞ്ഞിട്ട്? ഹഖുൽ യഖീൻ. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ച വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. ഉറച്ച വിശ്വാസം, ദൃഢവിശ്വാസം, ഒരു സംശയമില്ല, ബോധ്യപ്പെടുക. അപ്പൊ ഇൽം എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിവെന്നാണ് അതിന്റെ അർത്ഥം. ഐൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ അതിന് പല അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഐൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന് കണ്ണ്, പിന്നെ പ്രധാനപ്പെട്ട ആൾ. ഇപ്പോ അയാനു തലശ്ശേരി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ആളുകൾ. അയാൻ തലശ്ശേരിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനപ്പെട്ട ആളുകൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാറുണ്ട് അയാൻ. അതുപോലെ പിന്നെ ഉപയോഗിക്കാറുള്ളത് ഐൻ എന്ന് പറഞ്ഞാൽ അരുവി, പുഴക്കെന്ന് പറയും. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ല നദികൾ ഒഴുക്കി. ഐൻ എന്ന് പറഞ്ഞാൽ ജലാശയത്തിനും ഐൻ എന്ന അർത്ഥം. അതുപോലെ ചാരൻ എന്ന അർത്ഥത്തിൽ എന്തുപയോഗിക്കാറുണ്ട്? ഐൻ ഉപയോഗിക്കാറുണ്ട്. ഒരാളെ ഒരു ചാരനായി കാര്യങ്ങൾ അറിയാൻ വേണ്ടി രഹസ്യമായി നിരീക്ഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു സ്ഥലത്താക്കി അയാൾ എന്ത് പറയും? ഐൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. ഐൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അർത്ഥം. കണ്ണെന്നാണ് പൊതുവെ പറയാറുള്ളത്. പ്രധാനപ്പെട്ടത്, ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഒരാള് പറയാം, ഒരാളെ കുറിച്ച് പറഞ്ഞു, അയാള് അവിടെ ഫിത്ന തീർക്കുകയാണ് എന്ന നിലക്ക് അയാള് അഭിനയിക്കുന്നു. ആ നാട്ടിലെ കുഴപ്പങ്ങളൊക്കെ തീർക്കുന്ന ആളാണ് എന്ന നിലക്ക് അയാൾ അഭിനയിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ അയാൾ തന്നെയാണ് അവിടെ ഫിത്നന്റെ ആൾ. അങ്ങനെയുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ഒരാളെ പറയാൻ വേണ്ടി പൊതുവെ അറബികൾ പ്രയോഗിക്കാറുണ്ട്, അയാൾ ഫിത്ന തീർക്കുന്ന ആളല്ല, ബൽ ഹുവ ഐനുൽ ഫിത്ന, അവനാണ് ഫിത്നയുടെ കണ്ണെന്ന് എന്ന് പറഞ്ഞാൽ എന്താണ്? അവനാണ് അതിന്റെ ഏറ്റവും വലിയ ആൾ. മനസ്സിലായി? അതിന്റെ പ്രയോഗം മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലത്തെ ഒരു പ്രയോഗമാണ്. അത് വെച്ച് നിങ്ങൾ നോക്കിയത് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അവസാനത്തതാണ് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ. ഇത് മൂന്നും എന്താണ്? ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ. ഒരു കാര്യത്തെക്കുറിച്ച് ഇൽമുൽ യഖീൻ ഉണ്ടാവുന്നത്, അയാൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇൽമുൽ യഖീൻ ഉണ്ടായി എന്ന് പറയുന്നത് അയാളത് കണ്ടിട്ടില്ല, അയാൾ അതിൽ പ്രവേശിച്ചിട്ടില്ല, അയാളത് തൊടുകയോ അയാളത് കാണുകയോ ചെയ്തിട്ടില്ല. പിന്നെ അയാളത് അതിനെക്കുറിച്ച് യഖീൻ ഉണ്ടായത് എങ്ങനെയാണ്? അൻ ദലാഇൽ, തെളിവുകൾ കൊണ്ട്. ഒരാൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം, അയാൾ കാണാതെ, അയാൾ തൊടാതെ, പ്രവേശിക്കാതെ ഒരാൾ കുറച്ച് വിശ്വാസമുണ്ടെങ്കിൽ അയാൾക്ക് അതിനെക്കുറിച്ച് എന്തുണ്ടെന്നാണ് പറയുക? ഇൽമുൽ യഖീൻ. ഇപ്പൊ ഒരു നല്ല മുഅ്മിനിന് സ്വർഗത്തെക്കുറിച്ച് എന്തുണ്ടാവും? ഇൽമുൽ യഖീൻ. കാരണം തെളിവുകൾ കൊണ്ട് അയാളത് അയാൾ കണ്ടിട്ടില്ല, അയാൾ തൊട്ടിട്ടില്ല, കയറിയിട്ടില്ല. ഇൽമുൽ യഖീൻ. രണ്ടാമത്തേതാണ് ഐനുൽ യഖീൻ. രണ്ടാമത്തേതാണ് ഐനുൽ യഖീൻ ഉണ്ടാകുന്നത് നേരിട്ട് കാണുക കൂടി ചെയ്താലാണ്. തൊട്ടിട്ടില്ല, കയറിയിട്ടില്ല, പിന്നെന്ത് ചെയ്തു? കണ്ണുകൊണ്ട് കാണുക കൂടി ചെയ്തു. അപ്പൊ എന്തു പറയാം? അയാൾക്ക് എന്തുണ്ടായി? ആ വിഷയത്തിൽ ഐനുൽ യഖീൻ ഉണ്ടായി. മൂന്നാമത്തത് ഹഖുൽ യഖീൻ. ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ അയാളത് ഇത് കാണുക മാത്രമല്ല, അയാളത് തൊട്ടു, സ്പർശിച്ചു, അയാൾ അതിനുള്ളിൽ പ്രവേശിച്ചു. അപ്പൊ എന്തായി? ഹഖുൽ യഖീൻ. ഇനി യാതൊരു സംശയവും അതിലില്ല. കേട്ട് തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറഞ്ഞാൽ ചില അവ്യക്തതകൾ അവിടെ ഉണ്ട്, കണ്ടാലും ചില അവ്യക്തതകൾ അവിടെ ഉണ്ട്. മിന്നുന്നെല്ലാം പൊന്നല്ലോ, കണ്ടാലും ചില അവ്യക്തതകളുണ്ട്. പക്ഷേ തൊട്ടു, അതിൽ പ്രവേശിച്ചു, പിന്നെന്തില്ല? യാതൊരു അവ്യക്തതയില്ല. ഇതാണ് മൂന്നിനെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ. لترون الجحيم ثم لترونها
عين اليقين ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എങ്ങനത്തെ യഖീനാണ് ഇൽമുൽ യഖീൻ ഉണ്ടാകുന്ന നിലക്ക് നിങ്ങളത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവിടെ കാണാതെ പ്രവേശിക്കാതെ തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഉദ്ദേശം. അതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല. ലതറവുന്നൽ ജഹീം ثم لترونها عين اليقين നിങ്ങളത് കാണുക തന്നെ ചെയ്യും. മുഅ്മിനും കാണും കാഫിറും കാണും. كان على ربك حتما مقضيا وإن منكم إلا واردها كان على ربك حتما مقضيا സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞു നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ വക്കത്ത് വരാതെ. അത് അല്ലാഹുവിങ്കൽ ഖണ്ഡിതമായി അല്ലാഹു തീരുമാനിച്ച കാര്യമാണ്. സൂറത്തു മറിയമിൽ അല്ലാഹു പറഞ്ഞതാണ്. അപ്പോ ഇതാണ് എന്ത് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെല്ലാവർക്കും ഉള്ളതാണ്, മുസ്ലിമിനും കാഫിറിനും ഉള്ളതാണ്. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഉദാഹരണം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ പെട്ടെന്ന് മനസ്സിലായുള്ള ഒരു ഉദാഹരണം കഅബ. കഅബയെ കുറിച്ച് ഒരാൾ കേട്ടു, അപ്പൊ അയാൾക്ക് അതിനെ കുറിച്ച് എന്തുണ്ടായി? ഇൽമുൽ യഖീൻ ഉണ്ടായി, കേട്ട് മനസ്സിലാക്കി. അയാൾ അതിനെ അവിടെ ചെന്ന് കണ്ടു, അപ്പൊ എന്തുണ്ടായി? ഐനുൽ യഖീൻ ഉണ്ടായി. അയാളെ തൊട്ടു, അതിനുള്ളിൽ കയറി, അപ്പൊ അയാൾക്ക് എന്തുണ്ടായി? ഹഖുൽ യഖീൻ ഉണ്ടായി. ഇനി നോക്ക്, അടുത്ത ആയത്ത് എന്താണ്? അവസാനത്തെ ആയത്ത് സുമ്മ ലതുസ്അലുന യൗമഇദിൻ അനിൻ നഈം. സുമ്മ പിന്നെ ലതുസ്അലുന നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമഇദിൻ അന്നേ ദിവസം അനിൻ നഈം. ഒരുപാട് ഹദീസുകൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ വായിക്കാം. അൻ അബി അസീബ് ഖാൽ, അബൂ അസീബ് പറയുന്നു. ആരാണ്? അബൂ അസീബ്. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗല, നബിയുടെ ഒരു അടിമയായിരുന്നു. അബൂ അസീബ് റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലൻ, നബി ഒരിക്കൽ ഒരു രാത്രി പുറപ്പെട്ടു, പുറത്തിറങ്ങി. ഫമറ ബി, അപ്പൊ നബി കണ്ടു, എന്റെ അടുത്തൂടെ കടന്നുപോയി. ഫദാനി, നബി എന്നെ വിളിച്ചു. ഫഖറജ്തു ഇലൈഹി, ഞാൻ നബിയുടെ കൂടെ ചെന്നു. സുമ്മ മറ ബി അബി ബക്കർ ഫദആ ഫഖറജ ഇലൈഹി, പിന്നെ നബി ആരെ കണ്ടു? ആരേണ്ടത്? അബൂബക്കർ സിദ്ദീഖിനെ കണ്ടു, അബൂബക്കർ സിദ്ദീഖിനെയും കൂട്ടി. സുമ്മ മറ ബി ഉമർ ഫദആഹു ഫഖറജ ഇലൈഹി, പിന്നെ ആരെ കണ്ടു? ഉമറിനെ കണ്ടു, അദ്ദേഹത്തെയും കൂടെ കൂട്ടി. ഫൻതലഖ ഹത്താ അതാ ഹായിതൻ ലിബഅദിൽ അൻസാർ, അങ്ങനെ ഇവരൊക്കെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമറും അസീബും നടന്നു പോവുകയാണ്. അബൂ അസീബ് ഇവർ ഒരു അൻസാരിയുടെ വീട്ടിന്റെ അടുത്തെത്തിയ, അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മതിലിന്റെ അടുത്തെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പറഞ്ഞു, അതിന്റെ അടുത്ത് ആ വീട്ടുകാരനോട് പറഞ്ഞു, അത്ഇംന, നിങ്ങൾ നമുക്ക് ഭക്ഷണം തരൂ. മറ്റൊരു റിവായത്തിൽ അത്ഇംന ബുസ്റ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് ബുസ്ർ തരൂ. ബുസ്ർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴത്തിന്റെ ഓരോ ഘട്ടത്തിലും അറബി ഭാഷയിൽ അതിന് ഓരോ പേരുണ്ട്. ആദ്യം ചെറുതായി ഉണ്ടായാൽ എന്താ പേര്, കുറച്ച് വലുതായാൽ എന്താണ്, പിന്നെ മൂത്താൽ എന്താ, ഉണങ്ങിയാൽ ഓരോന്നിനും ഓരോ ഘട്ടത്തിലും ഓരോ പേരാണ്. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അപ്പോ ഇളനീരിന് ഇപ്പൊ ബുസ്ർ പറയാനുണ്ടാവും, പക്ഷെ ഈ ഹദീസിൽ പ്രയോഗിച്ച അർത്ഥം എന്താണ്? ഈത്തപ്പഴം എന്നാണ്. അത് ആ ഹദീസിന് മക്കൾ പഴയ വിശദീകരണം ഉണ്ടാവല്ലോ, അതെന്നാണ് ഞാൻ പറയുന്നത്. ബുസ്ർ. അതുപോലെ പിന്നെ കുറച്ചുകൂടി ആയാൽ വേറെ പേരാണ് അതിന് പറയാം. പിന്നെ അവസാനത്തെ പേരാണ് തമ്മ്. അവസാനത്തെ പേരാണ് തമ്മ്. കാരക്കയായാൽ അതിന്റെ പേരാണ് തമ്മ്. ഒട്ടകത്തിനും അങ്ങനെ തന്നെ ഓരോ ഘട്ടത്തിലും ഓരോ പേരുണ്ട്. ഒരു കുട്ടിക്കും അങ്ങനെ തന്നെയാണ്, ഓരോ ഘട്ടത്തിലും ഓരോ പേര്. കള്ളിന് ഒരുപാട് പേരുകളുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒരുപാട് പേരുകൾ അറബി ഭാഷയിൽ ഉണ്ടാവും. അങ്ങനെ അത്രയും സമ്പന്നതയുള്ള ഭാഷയാണ്. കുറച്ച് ബുസ്ർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം എന്ന് പറയുന്ന അതും ആകുന്നതിന് മുമ്പ്. കാരക്ക ഈത്തപ്പഴം കുറച്ചങ്ങോട്ട്, കേരളത്തിൽ തന്നെ കുറച്ചങ്ങോട്ട് എന്നാൽ എല്ലാത്തിനും കാരക്കാന്ന് പറയാം. നമ്മൾ കുറച്ച് ഉണങ്ങാത്തതിന് ഈത്തപ്പഴന്നും ഉണങ്ങിയതിന് കാരക്കാന്നല്ലേ പറയാം. കുറച്ചങ്ങോട്ട് എല്ലാത്തിനും കാരക്കാന്ന് പറയാറുണ്ട്. ഈത്തപ്പഴവും ആകുന്നതിന് കുറച്ച് മുൻപ്, ആ സമയത്താണ് എന്ത് പറയുക? ബുസ്ർ എന്ന് പറയുക. ബുസ്ർ, കുറച്ച് ബുസ്ർ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഒരു റിവായത്തിൽ അത്ഇംന, ഞങ്ങൾക്ക് ഭക്ഷണം തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഫജാഅ ബിഐദ്ഖിൻ ഫവളഅഹു. ഈ വീട്ടുകാരൻ വന്നു. വീട്ടുകാരന്റെ പേര് ഈ ഹദീസിൽ പറയുന്നില്ല. എന്നാൽ വേറൊരു റിവായത്തിൽ അബുൽ ഹൈസം എന്ന സഹാബിയുടെ വീട്ടിലാണ് നബി പോകുന്നത്. അതും ഇതും ഒരേ സംഭവമാണെന്നും അല്ലെന്നും അഭിപ്രായമുണ്ട്. രണ്ടും ആവാം, വല്ലാഹു അലം. ഇദ്ദേഹം എന്ത് ചെയ്യും? ഫജാഅ ബിഐദ്ഖിൻ, ഒരു ഐദ്ഖ്, അതിന്റെ ഒരു കൊലയും കൊണ്ടുവന്നു. അതിന്റെ ഒരു കുലയും കൊണ്ട് വന്നു. ഐദ്ഖ് എന്നുള്ള വാക്ക് നമ്മൾ അഹ്കാമുൽ ജനായിസിൽ വായിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചുപോയ സഹാബി ഇദ്ദേഹത്തിന് വേണ്ടി എത്ര പഴക്കുലകളാണ് സ്വർഗത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത് കാണാം. അവിടെ ഉപയോഗിച്ച വാക്കാണ് ബിഐദ്ഖിൻ ഫവളഅഹു. അദ്ദേഹം കൊണ്ടുവന്ന് ഇവർക്ക് കൊടുത്തു. ഫഅകല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു, നബിയും കൂട്ടുകാരും അതിന് തിന്നു. ثم دعا بماء بارد فشرب. പിന്നെ നബി ആവശ്യപ്പെട്ടിട്ട് തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് അത് കുടിച്ചു. തണുത്തത് കുടിച്ചു. ചൂടുള്ളത് കുടിക്കുന്നത് സഹാബത്ത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതില് ചൂട് കൂടുന്നതിന് അതിലെ ബറക്കത്ത് കുറയും. ഭക്ഷണമാകട്ടെ വെള്ളമാകട്ടെ. ചൂടുള്ള കഴിക്കൽ ഹറാമല്ല, പക്ഷെ എന്താണ്, സഹാബത്ത് കഴിച്ചിരുന്നില്ല. ഹറാമാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ സഹാബത്ത് ബറക്കത്ത് ഉണ്ടാവില്ല എന്നാണ്. ചൂടുണ്ടായി സഹാബത്തിന് ചൂടുള്ള ഉണ്ടായി കൊടുത്താൽ അവർ പറയും, നമുക്ക് അള്ളാഹു ഞാറല്ല തിന്നാൻ തന്നത്, ഞാറല്ല അള്ളാഹു തിന്നാൻ തന്നത്, തീയല്ലല്ലോ തന്ന. എന്നിട്ട് അവര് ചൂട് പോയതിനു ശേഷം മാത്രമേ കഴിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുമാണ്, ചൂട് ഉള്ളതിനെന്തില്ല, ബർക്കത്തില്ല, ചൂട് കുറഞ്ഞതിനാണ് ബർക്കത്ത്. നമുക്ക് ഏറ്റവും ഇഷ്ടം ഏതാ? ചൂടോടെ എന്ന് നമ്മൾ പുകഴ്ത്തി പറയാറുണ്ട്, പക്ഷെ സഹാബത്ത് അങ്ങനെ ആയിരുന്നില്ല. അതാ ബർക്കത്തില്ല, അപ്പൊ അങ്ങനെയാണ്. അല്ലാഹു അലം. ഫശരി, തണുത്ത വെള്ളം കൊണ്ടുവന്നു, അത് കുടിച്ചു. വഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ശ്രദ്ധിക്കണം, എന്താ കഴിച്ചത്? ഈത്തപ്പഴം ആകാത്ത ഒരു ബുസർ കുറച്ച്, എന്നിട്ട് തണുത്ത വെള്ളം. ലതുസ്അലുന്ന അൻ ഹാദാ യൗമൽ ഖിയാമ. റസൂലുള്ളാഹി പറയാണ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ ഖിയാമത്ത് നാളിൽ ചോദിക്കപ്പെടും. ഖാൽ, അപ്പൊ ഇത് കേട്ടപ്പോ ഈ സഹാബി പറയാണ്, ഫഅഖദ ഉമർ അൽ ഇദ്ഖ് ഫളറബ ബിഹിൽ. ഇത് കേട്ടപ്പോ ഉമർ എന്തായി? ആ കൊല അങ്ങനെ തന്നെ എടുത്ത് താഴ്ത്തുപോയി. ഉമർ പെട്ടെന്ന് അത് കേട്ടിട്ടുള്ള മുല്ല അലിയുൽ ഖാരി ഒക്കെ ഈ ഹദീസ് വിശദീകരിച്ച് പറയുന്നത്, ഉമറിന് പെട്ടെന്ന് അത് കേട്ടപ്പോ ഒരു ബോധം എവിടെ ആയിപ്പോയി. അങ്ങനെ അത് ഇട്ടുപോയി താഴേക്ക്. എന്താ നബി പറയുന്നത്? ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. എന്നിട്ട് ഉമർ പറയാം, ഹത്താ തനാസറൽ ബുസ്റു ഖിബല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ബുസ്റക്ക കൊലയിന് അതിന് ഇളകി നബിയുടെ മുന്നിലേക്ക് വീണു. ഉമറിന്റെ കയ്യിൽ നിന്ന് അത് വീണപ്പോ, ഉമർ താഴെ ഇട്ടപ്പോ. സുമ്മ ഖാൽ, എന്നിട്ട് ഉമർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലമസ്ഊലുന അൻ ഹാദാ യൗമൽ ഖിയാമ. ഇതിനെക്കുറിച്ച് നമ്മൾ ഖിയാമത്ത് നാളിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നോ? ഏതിനെക്കുറിച്ച്? ഈ ബുസറിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നോ? ഖാല നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ. ഇല്ലാ മിൻ സലാസ്, 3 കാര്യങ്ങൾക്കൊഴികെ. 3 കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാത്തിനും അനുഗ്രഹം എന്ന നിലക്ക് അതിനെന്ത് ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെന്ത് ശുക്ർ കാണിച്ചു? അള്ളാഹു ഈ തന്നതിന് എന്ത് ശുക്ർ കാണിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും എന്നാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നത് എല്ലാ അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടും, 3 എണ്ണം ഒഴികെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിർഖത്തുൻ ലഫ ബിഹ അർറജുലു ഔറതഹു. ഒന്ന്, ഒരു മനുഷ്യൻ അയാളുടെ ഔറത്ത് മറക്കാൻ വേണ്ടി ഉപയോഗിച്ച തുണിക്കഷ്ണം. ആ അനുഗ്രഹം അല്ലാഹു എന്ത് ചെയ്യൂല, അത് ചോദ്യം ചെയ്യപ്പെടില്ല. നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, അള്ളാഹു ചോദിക്കുകയില്ല. ഔ കിസ്റത്തുൻ സദ്ദ ബിഹാ ജവാഅതഹു. അടുത്തത്, ഒരു കഷ്ണം, ഭക്ഷണത്തിന്റെ ഒരു കഷ്ണം. എന്തിനയാൾ ഉപയോഗിച്ചു? അയാളുടെ വിശപ്പടക്കാൻ ഉപയോഗിച്ചു. അതിന്റെ അപ്പുറത്തുള്ളതായതുകൊണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. ബുസറിനെ കുറിച്ച് വിശപ്പിന്റെ പരിധി കഴിഞ്ഞിട്ട് കഴിച്ചത് കൊണ്ടാവാം. വിശപ്പടക്കാൻ ഒരു മനുഷ്യൻ തിന്ന ഭക്ഷണം. ബാക്കി ശ്രദ്ധിക്കണേ. ഔ ജുഹറുൻ, അല്ലെങ്കിൽ ഹുജുറുൻ. ഹുജുർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് കിതാബിൽ ഞാൻ നോക്കുമ്പോൾ രണ്ടും കണ്ടു. ഒന്ന് ജുഹർ. ജുഹർ പറഞ്ഞാൽ ചെറിയ റൂമിനാണ് വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൂമുകളെ പറഞ്ഞല്ലോ, ഹുജറാൻ, ഹുജറാത്ത് എന്ന് പറഞ്ഞു. ഹുജുർ എന്ന് പറഞ്ഞാൽ റൂം, ചെറിയ റൂം എന്നാണ്. മറ്റ് വേറെ കിതാബിൽ എന്താ ഉള്ളത്?
ജുഹർ എന്ന് പറഞ്ഞാൽ മാളം. ലാ യുൽദഗുൽ മുഅ്മിനു മിൻ ജുഹരിൻ വാഹിദിൻ മറത്തൈൻ. ഒരു മുഅ്മിനെ 2 തവണ ഒരു മാളത്തിൽ നിന്ന് കടിയേക്കൂല. ഒരു മുഅ്മിനെ 2 തവണ ഒരേ മാളത്തിൽ നിന്ന് കടിയേക്കൂല എന്നുള്ള ഹദീസിൽ കാണാം ജുഹർ. അപ്പൊ ഒരാളുടെ ഒരു മാളം, ആ പ്രയോഗം നോക്കി. തദഖല ഫീഹി മിനൽ ഹുർരി വൽ ഖുർ. അയാള് വെയിലും തണുപ്പൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? ആ മാളത്തിൽ കയറി താമസിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള അയാളുടെ വീട് എന്നാണ് ഉദ്ദേശം. അതുപോലെ വയറ് നിറക്കാൻ, വിശപ്പടക്കാൻ തിന്ന ഭക്ഷണം, അതുപോലെ ഔറത്ത് മറക്കാൻ ഉപയോഗിച്ച ആ കഷ്ണം തുണി, അതും ഒഴികെ ബാക്കി ഈ 3 ഒഴികെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. എന്ത് ശുക്ർ കാണിച്ചു എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. ഇത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു. ഇനി അടുത്തത് അൻ അബി ഹുറൈറ ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ലമ്മാ നസലത് ഹാദിഹിൽ ആയ ثم لتسألن يومئذ عن النعيم. നിങ്ങൾ അന്നേ ദിവസം നിഅമത്തിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്ന ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഖാലന്നാസ്, പട്ടിണിപ്പാവങ്ങളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇടയ്ക്കിടെ ശത്രുക്കളുമായി ഒട്ടിയ വയറുമായി യുദ്ധം ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻ അയ്യിൻ നഈമി നുസ്അൽ. ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നബിയെ ഞങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക? ഫഇന്നമാ ഹുമൽ അസ്വദാൻ. ഇതാ ഈ 2 അസ്വദ് മാത്രമല്ലേ നമ്മൾത്തുള്ളൂ. 2 അസ്വദ് എന്ന് ഉദ്ദേശിച്ചത് ഏതാണ്? ഈത്തപ്പഴവും വെള്ളവും. അതിനെന്ത് പറയാറുണ്ട്? അസ്വദാൻ, 2 കറുത്ത സാധനങ്ങൾ. ഈത്തപ്പഴം കറുത്തതാണ്, വെള്ളം അത് ഏതിലാണ് ഒഴിക്കുന്നത് അതിന്റെ നിറത്തിലാണ് അല്ലെ. പക്ഷെ 2നെയും ഒന്ന് പറ, അത് അറബിയിലെ ഒരു ശൈലിയാണത്. സനാഇയാത്ത് എന്നാണ് അതിന് പറയാം. ഒരേപോലത്തുള്ള 2 എന്തെങ്കിലും എന്ത് പറയും? അതിൽ ഒന്നിന്റെ പേര് ഉപയോഗിച്ച് 2നെയും പറയും. ഉദാഹരണത്തിന് ഖമറാൻ എന്ന് പറയും, പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സൂര്യനും ചന്ദ്രനും. പക്ഷെ പറയുന്നത് എന്താണ്? ഖമറാൻ എന്ന് പറയാറുണ്ട്. ഉമറാൻ എന്ന് പറയും. ആരെയൊക്കെ കുറിച്ചായിരിക്കും? അബൂബക്കർ, ഉമർ. അബൂബക്കറിനെ ഉമറിനാണ്, പക്ഷെ എന്ത് പറയും? ഉമറാൻ. അത് അറബിയിലെ ഒരു ശൈലിയാണ്. മനസ്സിലായല്ലോ? ഏതെങ്കിലും ഒന്നിനെ ഉപയോഗിച്ച് 2ഉം പറയുക. അത് അങ്ങനെ അറിയപ്പെട്ട ശൈലിയാണെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും. നമ്മൾ പുതിയുണ്ടാക്കിയാലും ആളുകൾക്ക് മനസ്സിലാവില്ല. സഹാബത്ത് ചോദിക്കാണ്, നബിയെ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് ഞങ്ങൾ ചോദിക്കപ്പെടുക? ഈ അസ്വദാനെ പറ്റിയോ? ഇതല്ലേ ഞങ്ങളുടെ കയ്യിലുള്ളൂ, ഈത്തപ്പഴും വെള്ളമല്ലാതെ വേറെ എന്താ ഉള്ളത്? വൽ അദു ഹാദിറുൻ. ഇതാ ശത്രു നമ്മുടെ മുന്നിലുമുണ്ട്. വസുയൂഫുന അല അവാതിഖിന. വാളുകൾ നമ്മുടെ പിരടിയിലുമുണ്ട്. നമ്മുടെ വാളുകൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ശത്രുവിന്റെ ചതിയും അവന്റെ യുദ്ധവും നേരിടേണ്ടി വരുന്ന ഈ ഈത്തപ്പഴവും വെള്ളവും മാത്രം കഴിക്കുന്ന നമ്മൾ ഏത് അനുഗ്രഹത്തെ കുറിച്ചാണ് നബിയെ അള്ളാഹിനോട് മറുപടി പറയേണ്ടി വരിക? ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ദാലിക സയകൂൻ. അതേ, അത് നടക്കും. ഇതാരോടാ പറയുന്നത്? പാവങ്ങളായ സഹാബത്തിനോടാണ് പറയുന്നത്. അപ്പോൾ നമ്മളൊക്കെ എത്ര അള്ളാഹുവിന് ശുക്ർ കാണിക്കണമെന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുക്കുള്ള ഏറ്റവും വലിയ ശുക്ർ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ അനുഗ്രഹം തിരിച്ചറിയുക. എനിക്ക് കുറെ നിയമത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാണെങ്കിൽ താഴേക്കിടയിലേക്ക് നോക്കണം. നമുക്കില്ലാത്ത അനുഗ്രഹങ്ങളുള്ള, നമ്മളെക്കാൾ അള്ളാഹു അനുഗ്രഹം ചെയ്ത, ദുനിയാവിന്റെ സൗകര്യങ്ങൾ ചെയ്ത ആളിലേക്ക് നോക്കരുത്. നിനക്ക് ശുക്ർ ചെയ്യാൻ കഴിയൂല. നീ നന്ദി കെട്ടവനായി മാറും, നന്ദി കെട്ടവനായി പോവും. അങ്ങനെയുള്ളവരെല്ലാം നോക്കിയാൽ താഴെ നോക്കുക, എന്നാലേ അനുഗ്രഹം തിരിച്ചറിയാൻ കഴിയും. തിരിച്ചറിഞ്ഞ് പറയുക അൽഹംദുലില്ലാഹ്, അത് വലിയ ശുക്റാണ്. അതുപോലെ ആ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. അള്ളാഹു തന്ന അനുഗ്രഹം അള്ളാഹ്ക്ക് പൊരുത്തമുള്ള കാര്യത്തിലല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ കണ്ണ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാതെ അല്ലാത്തത് നീ കാണാൻ പാടില്ല. അള്ളാഹ് ഹറാമാക്കിയത് കാണാൻ പാടില്ല. അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല. കാത് അള്ളാഹു തന്ന അനുഗ്രഹമാണ്, അതുകൊണ്ട് അള്ളാഹു ഹറാമാക്കിയ മോശമായ വാക്കുകൾ, സംഗീതം, അള്ളാഹു ഹറാമാക്കിയതൊന്നും നീ കേൾക്കാൻ പാടില്ല. നാവ് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എല്ലാം അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ മാത്രം ഉപയോഗിക്കുക. ഇത് നോക്ക്, വേറൊന്ന് വേഗം വായിച്ചു പോകാം. ഇമാം തിർമിദി റിവായത്ത് ചെയ്തതാണ്, ഷെയ്ഖ് അൽബാനി സഹീഹാണെന്ന് പറഞ്ഞു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ്. ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ച വേറൊന്നാണ്, അൻ അമ്മിഹി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറജ അലൈഹിം വഅലാ റഅസിഹി അസറു ഗുസ്ലിൻ വഹുവ തയ്യിബുൻ നഫ്സ് ഫളലന്ന അന്നഹു അലമ്മ ബിഅഹ്ലിഹി. സഹാബത്ത് പറയാണ്, ഞങ്ങൾ ഒരിക്കൽ ഇരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുളിച്ചിങ്ങനെ വന്നു. തലയിൽ വെള്ളം ഉണ്ടായിരുന്നു. നല്ല നബി കാണുമ്പോൾ തന്നെ നല്ല റാഹത്തുള്ളതുപോലെ, സന്തോഷമുള്ളതുപോലെ ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് നറാക തയ്യിബൻ നഫ്സ്, നിങ്ങൾ നല്ല തൃപ്തിയുള്ള സന്തോഷമുള്ളത് പോലെയാണല്ലോ നമ്മൾ കാണുന്നത്, എങ്ങനെയാണോ? ഖാല അജൽ വൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ അൽഹംദുലില്ലാഹ്, സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. സുമ്മ ദുകിറ അൽ ഗിന, പിന്നെ ആ സദസ്സിൽ വെച്ച് ചില ആളുകളൊക്കെ ഗിനയെ കുറിച്ച് സംസാരിച്ചു. ഐശ്വര്യം, സമ്പന്നത, അതിനൊക്കെയാണ് ഗിന എന്ന് പറയുക. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നഹു ലാ ബഅസ ബിൽ ഗിന, സമ്പത്ത് ഉണ്ടാകുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഐശ്വര്യം ഉണ്ടാകുന്നതുകൊണ്ട് കുഴപ്പമില്ല. ലിമനിത്തഖാ, ആർക്ക്? അല്ലാഹനെ സൂക്ഷിച്ചവന്, തഖ്വയുള്ളവന്. വസ്സിഹ്ഹതു ലിമനിത്തഖാ ഖൈറും മിനൽ ഗിന, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവന് സമ്പത്തിനേക്കാളും നല്ലതാണ് ആരോഗ്യം. സമ്പത്തിനേക്കാളും വലുതാണ്, വലിയ അനുഗ്രഹമാണ്. യഖീൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ. വതീബുൻ നഫ്സി മിനൻ നിഅം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞല്ലോ, തീബുൻ നഫ്സ്, നിങ്ങൾ നല്ല റാഹത്തുള്ള സന്തോഷമുള്ളതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. എന്നിട്ട് നബി പറഞ്ഞു, അതും എന്തിൽപ്പെട്ടതാണ്? അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആലോചിച്ച് നോക്കുക, ചില ദിവസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാവിലെ എണീക്കുമ്പോൾ ഇന്ന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? ശരീരത്തിൽ രോഗമൊന്നുമില്ല, എന്തെങ്കിലും ടെൻഷൻ അടിക്കേണ്ട കാര്യം ഒന്നുമില്ല. അൽഹംദുലില്ലാഹ്. ചിലപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും. അപ്പൊ അള്ളാഹുവിന് ശുക്ർ കാണിക്കുക, അള്ളാഹുവിനോട് അള്ളാഹു ഈ നിഅമത്തുകൾ നീങ്ങിപ്പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. അത് നല്ല കാര്യത്തിൽ ഉപയോഗിക്കുക, നിസ്കരിക്കുക, അള്ളാഹു ഇസ്തിഗ്ഫാർ നടത്തുക, സദഖ ചെയ്യുക. അള്ളാഹു ശദാഇദിൽ നമ്മളെ സഹായിക്കും. ആർക്കെങ്കിലും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുമ്പോൾ അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്തു കൊള്ളട്ടെ? സന്തോഷമുള്ള സമയത്ത് കൂടുതൽ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമ്മളെ ചെയ്ത അനുഗ്രഹങ്ങൾ ചോദിക്കും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കാതും അതുപോലെ കണ്ണും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അവ്വല മാ യുസ്അലു അൻഹു യൗമൽ ഖിയാമത്തി യഅനി അൽ അബ്ദ മിനൻ നഈം അൻ യുഖാല ലഹു അലം നുസിഹ ലക ജിസ്മക വനുർവിയക മിനൽ മാഇൽ ബാരിദ്. ഒരു മനുഷ്യൻ അല്ലാഹു അവനോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ, നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ്, ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേതാണ്. എന്ന് പറഞ്ഞാൽ നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാമത്തേത് ഏതാണ്? ചോദിക്കപ്പെടും ഇങ്ങനെ, അലം നുസിഹ ലക ജിസ്മക, നിന്റെ ശരീരത്തിന് നാം ആരോഗ്യം തന്നിട്ടില്ലേ? വനുർവിയക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ അതിനെന്ത് ശുക്ർ കാണിച്ചു എന്ന് അള്ളാഹുവിനോട് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ ആ സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയുടെ വീട്ടിൽ പോയാൽ തന്നെ അതാണോ അതല്ല ഇത് വേറെ സംഭവമാണോ എന്ന് ഇഖ്തിലാഫ് ഉണ്ട്. അല്ലാഹു അലം. എന്താണ് മുസ്ലിമിലുള്ളതാണ്, നിങ്ങൾ കേട്ടിരിക്കും. അത് അബൂ ഹുറൈറ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രാത്രി പുറത്തിറങ്ങി. അബൂബക്കറിനെ കണ്ടു. എന്താ പുറത്തിറങ്ങിയത്? വിശന്നിട്ടാണ്. ഉമറിനെ എന്താ പുറത്തിറങ്ങിയത്? വിശന്നിട്ടാണ്. എന്നിട്ട് മൂന്ന് പേരും കൂടി അബുൽ ഹൈസം എന്ന സഹാബിയുടെ വീട്ടിലേക്ക് പോയി. ഇതുപോലെ ബുസുർ കൊണ്ടു കൊടുത്തു, അതുപോലെ അറുത്തു കൊടുത്തു. നബി പറഞ്ഞു പാലുള്ളതിന് അറക്കണ്ടെന്ന് പറഞ്ഞു, അറുത്തു കൊടുത്തു. എന്നിട്ട് ഇവർ ഭക്ഷണം കഴിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞു, ഇവരങ്ങനെ വെള്ളം കുടിച്ചിരിക്കുമ്പോ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലതുസ്അലുന്ന അൻ ഹാദൻ നഈം യൗമൽ ഖിയാമ, അല്ലാഹുവാണ് സത്യം, ഈ നഈമിനെ കുറിച്ച് ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. അഖ്റജകും മിൻ ബുയൂതികുമുൽ ജൂ', റസൂൽ പറയുകയാണ്, നിങ്ങളെ നിങ്ങളുടെ വീട്ടുകളിൽ നിന്ന് പുറത്തിറക്കിയത് വിശപ്പാണ്, വിശപ്പുകൊണ്ട് പുറത്തിറങ്ങിയ ആളുകളാണ് നിങ്ങൾ. സുമ്മ ലം തർജിഉ ഹത്താ അസാബകും ഹാദൻ നഈം, എന്നിട്ട് ഇതാ ഈ അനുഗ്രഹം കിട്ടിയിട്ടല്ല നിങ്ങൾ തിരിച്ചു പോകുന്നില്ലല്ലോ, ഇത്രയും നല്ല വയറ് നിറച്ചിട്ടല്ലേ നിങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനോടും അബൂബക്കറിനോടുമാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, അവർ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവരെക്കാൾ എത്രയോ അനുഗ്രഹങ്ങൾ കിട്ടിയ, അവരുടെ ശുക്രിന്റെ ഒരംശം പോലും കാണിക്കാത്ത നമ്മൾ എത്ര പേടിക്കണം. അള്ളാഹുവിനോട് നിരന്തരം ശുക്ർ കാണിക്കുക, അൽഹംദുലില്ലാ പറയുക. അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. റസൂലുള്ളാഹി പറഞ്ഞു, അൽഹംദുലില്ലാ എന്ത് ചെയ്യും? തുലാസ് നിറക്കും.
വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈന السماء والارض. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത് ആകാശത്തിനും ഭൂമിയിലും ഇടയിലുള്ളത് നിറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഅൻ അഖൂല സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അഹബ്ബു ഇലയ്യ മിമ്മാ തലഅത അലൈഹി الشمس. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നത് സൂര്യൻ ഉദിക്കുന്ന എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടമുള്ളതാണ് എന്ന് പറഞ്ഞു. അതുപോലെ അള്ളാഹുവിനോട് നന്നായി ശുക്ർ കാണിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.